എന്നായിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ എല്ലാവരും പറയുക 2022 റഷ്യ ഉക്രൈൻ ആക്രമിക്കാൻ തുടങ്ങി, അപ്പോൾ ആരംഭിച്ചതാണ് യുദ്ധമെന്ന്. അതല്ല എങ്കിൽ ചിലർ പറയും 2014 ഉക്രൈൻ നിയന്ത്രണത്തിൽ നിന്നും ക്രീമിയയെ റഷ്യ പിടിച്ചെടുത്തു, അപ്പോൾ മുതലാണ് യുദ്ധം ആരംഭിച്ചത് എന്ന് പറയും. ഇനിയും ചിലർ പറയും അപ്പോഴല്ല, 2008 ജോർജിയൻ വാർ ഉണ്ടായല്ലോ, ജോർജിയക്കെതിരെയുള്ള ഒരു യുദ്ധം റഷ്യ അറിയിച്ചിരുന്നു, അപ്പോൾ തന്നെ യുദ്ധം ആരംഭിച്ചു എന്നൊക്കെ പറയും. എന്നാൽ ഇതിൽ ഒരുപാട് പേർക്ക് അറിയാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ ഒരുപാട് പേർ സംസാരിക്കാത്ത ഒരു കാര്യം, ഈ യുദ്ധം തുടങ്ങിയത് 2022 2014 2008 അല്ല. ഈ ഒരു യുദ്ധത്തിന്റെ അടിത്തറ ഇട്ടത് 2005 2007 അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ശരിക്കുമുള്ള കാരണം എന്താണ്, എവിടെയാണ് റഷ്യ കോർണർ ചെയ്യപ്പെട്ടത്, റഷ്യ ഉക്രൈനെ ഇൻവേറ്റ് ചെയ്തതിന് പിന്നിലുള്ള ചില ഒഴിവാക്കാനാകാത്ത കാരണങ്ങൾ എന്തെല്ലാം, എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. 2001 ആ ഒരു കാലഘട്ടം, സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം റഷ്യ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അമേരിക്ക എടുത്താൽ ബുഷ് അവിടെ പ്രസിഡന്റായി വരുന്നു. ഇങ്ങനെ ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. റഷ്യയിൽ നോക്കിയാൽ പുടിന്റെ ആധിപത്യം. കാരണം റഷ്യക്കാർക്ക് ഈ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം റഷ്യക്ക് വലിയൊരു വിശ്വാസമായി മാറിയത് അത് പുടിനായിരുന്നു. ഇങ്ങനെ ലോകത്തിൽ പല തരത്തിലുള്ള രാഷ്ട്രീയ സംഭവങ്ങൾ നടക്കുമ്പോൾ സ്ലൊവാനിയയിൽ വെച്ച് ബുഷും പുടിനും നേരിട്ട് കണ്ടുമുട്ടുന്നു. ഈ ഒരു മീറ്റിംഗിൽ പല തരത്തിലുള്ള വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. വളരെ ക്ലോസസ്റ്റ് അലയായി ഇവർ മാറുന്നു. ഇതിന് പിന്നിൽ പറയപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാരണം, തീവ്രവാദത്തെ എതിർക്കണം എന്ന നേർരേഖയിലായിരുന്നു ഇവർ രണ്ടുപേരും യാത്ര ചെയ്തത്. 2001 അൽഖ്വയ്ദയ്ക്കെതിരെ അമേരിക്ക രുദ്രതാണ്ഡവമാടുകയായിരുന്നു. ഇവിടെ ചേച്ചന്യ വാറിൽ അവിടെയുള്ള ഭീകരവാദികൾക്കെതിരെ പുടിൻ യുദ്ധം ചെയ്യുക. ഇങ്ങനെ ഈ രണ്ട് നേതാക്കന്മാരെയും ഒരേ രേഖയിലായിരുന്നു ഇത് കൊണ്ടുവന്ന് നിർത്തിയത്. ലോകത്തിലുള്ള എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കാനും തുടങ്ങി. തീർച്ചയായും പുടിൻ റഷ്യയെ നാറ്റോയിൽ ചേർക്കും. നാറ്റോ സൃഷ്ടിക്കപ്പെട്ടത് ഏത് കാരണത്താലാണ്? റഷ്യയുടെ ഡോമിനൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നാറ്റോ സൃഷ്ടിക്കപ്പെട്ടത്. അത് എത്രയും പെട്ടെന്ന് നടക്കാൻ പോവുകയാണ്. അതിന്റെ ഇൻട്രസ്റ്റും റഷ്യ നൽകി. എന്നാൽ 2005 ഓൾ ഓഫീസിൽ വെച്ച് ഈ രണ്ട് നേതാക്കന്മാരും കണ്ടുമുട്ടുന്നു. ആ സമയത്ത് 2001 ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുണ്ടായിരുന്ന ആ ഒരു ബന്ധം, അതായത് രാഷ്ട്രീയ ബന്ധം, ഇപ്പോൾ ഇല്ലായിരുന്നു. രണ്ടുപേർക്കും പേഴ്സണലായുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്കുള്ളിലെ പ്രശ്നങ്ങളെ കുറിച്ചല്ല പറയുന്നത്. 2001 റഷ്യ ഏത് തീരുമാനത്തിൽ ഉണ്ടായിരുന്നോ ആ ഒരു തീരുമാനം ഇവിടെ അവർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചില്ല. 2005 ഇവർക്കുള്ളിലെ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു. നാറ്റോ ഈസ്റ്റ് വേർഡ്സ് എക്സ്പാൻഡ് ആകണം എന്ന ഒരു ഐഡിയ വീണ്ടും വീണ്ടും മുന്നിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ റഷ്യ പറഞ്ഞ ഒരേ ഒരു കാര്യം, അതായത് 2005 പറഞ്ഞത്, നാറ്റോ എനിക്കൊരു സെക്യൂരിറ്റി ഗ്യാരണ്ടി നൽകണം, ഞാനും നാറ്റോയിൽ ചേരാം, ഞാനും യൂറോപ്യൻ യൂണിയനിൽ ചേരാം, എന്നെ ഒരിക്കലും ശത്രുവായി കാണാതെ നിങ്ങളുടെ സംഘടനയിലെ ഒരാളായി ചേർക്കണം എന്ന് ഓപ്പണായി തന്നെ ഒരു അറിയിപ്പ് നൽകി. എന്നാൽ നാറ്റോ ഇത് റിജക്റ്റ് ചെയ്യുന്നു. നിങ്ങളെ നശിപ്പിക്കണം എന്നതിന് വേണ്ടിയാണ് ഞാൻ എല്ലാ രാജ്യങ്ങളെയും ഒരുമിച്ച് ചേർത്തത്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ചേരുകയാണെങ്കിൽ എനിക്കെങ്ങനെ നിന്നെ നശിപ്പിക്കാൻ സാധിക്കും? റഷ്യ എന്ന രാജ്യത്തെ നശിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ട് തന്നെ റഷ്യയെ നാറ്റോയിൽ ചേർക്കില്ല എന്നവർ തറപ്പിച്ച് പറഞ്ഞു. ഇത് അടുത്ത ഘട്ടത്തിലേക്ക് എങ്ങനെ പോയി എന്നറിയണ്ടേ? 2001 മുതൽ 2005 വരെയുള്ള കാലഘട്ടത്തിൽ ഈ ലോകത്തിലുള്ള രാജ്യവും ഞാനും ഒരുമിച്ച് ചേരണം, പ്രധാനപ്പെട്ട സംഘടനയിൽ ഞാനും ഒരു മെമ്പർ ആകണം എന്ന് റഷ്യ ആഗ്രഹിച്ചു. എന്നാൽ 2007 മുനിച്ച് സെക്യൂരിറ്റി കോൺഫറൻസ് ഇത് നടന്നു. ഇത് ഏറെ വർഷമായി നടക്കുകയാണ്. ഏകദേശം രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സുരക്ഷാ യോഗമായി ഇതിനെ കാണുകയാണ്. അതിൽ 32 മിനിറ്റോളം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സംസാരിക്കുന്നു. ഈ 32 മിനിറ്റിൽ റഷ്യയുടെ പോളിസി എത്രത്തോളം ഷിഫ്റ്റ് ആയിട്ടുണ്ടെന്നും റഷ്യയുടെ പോളിസി എത്രത്തോളം ഈ രാജ്യങ്ങൾ കാരണം റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, എങ്ങനെയെല്ലാം റഷ്യ കോർണർ ചെയ്യപ്പെടുന്നു, റഷ്യക്കെതിരെയുള്ള രാഷ്ട്രീയം എങ്ങനെയെല്ലാം നടക്കുന്നു എന്നുള്ള ഓരോ കാര്യങ്ങളും അദ്ദേഹം സംസാരിക്കുന്നു. അതിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നു, ഇവിടെയുള്ള രാജ്യങ്ങളെല്ലാം റഷ്യയെ ശത്രുവായി കാണുകയാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ പോലും എനിക്കെതിരെയുള്ള ഒരു റെഡ് ലൈറ്റ്, ഒരു റെഡ് സിഗ്നൽ കൊടുക്കാൻ എപ്പോൾ വേണമെങ്കിലും ഈ സംഘടനയിലുള്ള രാജ്യങ്ങൾ തയ്യാറാണ്. എങ്കിലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തീർച്ചയായും പറഞ്ഞേ മതിയാവുകയുള്ളൂ. അങ്ങനെ അദ്ദേഹം പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നാറ്റോയുടെ എക്സ്പാൻഷൻ ആയിരുന്നു. നന്നായി ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ 90കളുടെ തുടക്കത്തിൽ തന്നെ
സോവിയറ്റ് വീഴ്ചയ്ക്ക് മുൻപ് നാറ്റോ എക്സ്പാൻഡ് ആയത് വലിയൊരു കാര്യമായി ലോകത്തുള്ള രാജ്യങ്ങളെല്ലാം കണ്ടു, സ്വാഗതം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ നാറ്റോ സൃഷ്ടിക്കപ്പെട്ടതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം സോവിയറ്റിനോടുള്ള അവരുടെ ഒരു എതിർപ്പായിരുന്നു. സോവിയറ്റിന്റെ ആധിപത്യത്തിൽ നിന്നും യൂറോപ്യൻ യൂണിയനെ രക്ഷിക്കണം, ഏകദേശം സോവിയറ്റിനെതിരെ എല്ലാ രാജ്യങ്ങളെയും ഒരു പോയിന്റിൽ നിർത്തണം എന്നുള്ളതാണ്. എന്നാൽ സോവിയറ്റിന്റെ വീഴ്ചയ്ക്ക് ശേഷം ഇത്തരം ഒരു സംഘടന ഉണ്ടാകണമെന്ന ആവശ്യമേ ഇല്ല. നിങ്ങൾ ഏത് ഐഡിയോളജിയിലാണോ, എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ നാറ്റോ സൃഷ്ടിച്ചത്, ആ ഒരു രാജ്യം തന്നെ നശിച്ചിട്ടുണ്ട്. സോവിയറ്റ് വീഴ്ത്തപ്പെട്ടതിന് ശേഷം നാറ്റോ എന്ന ഒരു സംഘടനയുടെ ആവശ്യമേ ഇല്ലായിരുന്നു. എങ്കിൽ പോലും കിഴക്ക് നോക്കി അവർ എക്സ്പാൻഡ് ആയിട്ടുണ്ടെങ്കിൽ അത് റഷ്യയ്ക്ക് വലിയൊരു ഭീഷണിയായി മാറി. അങ്ങനെ ഒരു പക്ഷേ റഷ്യയ്ക്ക് നിങ്ങൾ ഭീഷണി അല്ലെങ്കിൽ റഷ്യയെ ഈ സംഘടനയിൽ ചേർക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ എല്ലാ രാജ്യങ്ങളും ചേർക്കണമായിരുന്നു. പക്ഷെ അവർ റിജക്റ്റ് ചെയ്തു. ഇങ്ങനൊരു രാജ്യം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് സുരക്ഷ നൽകുന്നതിന് പകരം എനിക്കെതിരെ ഒരു സംഘടന രൂപീകരിച്ചു എന്നുണ്ടെങ്കിൽ അത് റഷ്യയ്ക്കുള്ള ഒരു വലിയ സെക്യൂരിറ്റി ത്രെഡായി അവിടെ കാണുകയാണ്. അതുമാത്രം അല്ല, യൂണിപോളർ വേൾഡ് അമേരിക്കയുടെ കൽപ്പനയാൽ അമേരിക്ക അവിടെ റഷ്യക്കെതിരെ സൃഷ്ടിക്കുകയാണ്. അമേരിക്കയുടെ ആധിപത്യം എന്നത് യൂറോപ്യൻ യൂണിയനിൽ വർദ്ധിക്കുക മാത്രമല്ല, ലോകത്തിൽ എന്ത് പ്രശ്നം എവിടെ നടന്നാലും അതിന് പിന്നിൽ അമേരിക്കയുണ്ട്. ഇത് റഷ്യയ്ക്ക് വലിയൊരു എക്സിസ്റ്റൻസ് ത്രെഡായി തന്നെ മാറുകയാണ്. ഇത് റഷ്യ എന്ന ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഒരാപത്ത് ഈ രാജ്യങ്ങൾ വഴി ഉണ്ടാവുകയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നു. ഇതോടുകൂടി നാറ്റോ അവസാനിപ്പിച്ചു എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. നാറ്റോയിൽ ചേരണമെന്നാഗ്രഹിച്ച് റഷ്യയെ സൈഡിൽ മാറ്റിവെച്ചു. പകരം 2001 പുടിൻ ബുഷിനോട് പറഞ്ഞത് ഇതായിരുന്നു: ഞങ്ങൾ ഖസക്കിസ്ഥാനെ നഷ്ടപ്പെടുത്തി, റഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട അംഗമായിരുന്ന ഉക്രൈനെ നഷ്ടപ്പെടുത്തി. എല്ലാ രാജ്യങ്ങളെയും നഷ്ടപ്പെടുത്തിയതിനു ശേഷം ഇന്ന് മോഡേൺ ഡേ റഷ്യ ഉണ്ടാകുമ്പോൾ അതിൻ്റെ സെക്യൂരിറ്റി ഗ്യാരണ്ടി നൽകേണ്ട രാജ്യങ്ങൾ പോലും റഷ്യക്കെതിരെ നിൽക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഈ സമയത്ത് നാറ്റോ വീണ്ടും ഈസ്റ്റ് വേർഡ് എക്സ്പാൻഡ് ആകുന്നത് റഷ്യയ്ക്കാണ് വലിയൊരു പ്രശ്നം. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പോലും റഷ്യയെ ചേർക്കില്ല എന്ന് പറഞ്ഞ നാറ്റോ 2008 ബുച്ചാറസ്റ്റ് മീറ്റിംഗ് അവസാനിച്ചതിന് ശേഷം ഒഫീഷ്യൽ ഒരു അറിയിപ്പ് കൊടുത്തു. ഇതിൽ മെമ്പേഴ്സിനെയൊക്കെ ആഡ് ചെയ്യുന്ന MEP പ്ലാനിൽ ജോർജിയയെയും ഉക്രൈനെയും ഇൻവൈറ്റ് ചെയ്യുന്നു. അതായത് ഡയറക്റ്റ് നിങ്ങൾ ചേരുക എന്നൊരു ഇൻവിറ്റേഷൻ നൽകിയില്ല. ഈ മെമ്പേഴ്സ് പ്ലാനിലൂടെ ഈ രണ്ട് രാജ്യങ്ങൾക്കുള്ളൊരു ക്ഷണം നൽകി. ഇതിനർത്ഥം എന്തെന്നറിയണ്ടേ? നിങ്ങൾ ഇപ്പോൾ ചേർന്നില്ലെങ്കിൽ പോലും ഭാവിയിൽ ആ രാജ്യങ്ങൾ ചേരണമെന്ന് ആഗ്രഹിച്ചാൽ അവരെ ചേർക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പായിരുന്നു ഈ ഒരു അനൗൺസ്മെന്റ്. അതായത് എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു ജോലിയായിരുന്നു നാറ്റോ അന്ന് ചെയ്തത്. അടുത്ത ചില മാസങ്ങളിൽ തന്നെ ജോർജിയക്കെതിരെയുള്ള യുദ്ധം റഷ്യ തുടങ്ങി. അങ്ങനെ ജോർജിയക്കെതിരെയുള്ള ഒരു യുദ്ധം റഷ്യ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി, 2007 ഈ സെക്യൂരിറ്റി കോൺഫറൻസിൽ സംസാരിക്കുമ്പോൾ തന്നെ ഉക്രൈനിൽ റഷ്യയ്ക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട്, ഉക്രൈൻ നാറ്റോയിൽ ചേരുന്നത് കൊണ്ട് എത്രത്തോളം പ്രശ്നം റഷ്യയ്ക്ക് ഉണ്ടാകും, ഉക്രൈൻ എന്തുകൊണ്ട് റഷ്യയുടെ സെക്യൂരിറ്റിക്ക് വളരെ പ്രധാനപ്പെട്ടത്, ഇക്കാര്യങ്ങളെല്ലാം അദ്ദേഹം ആ 32 മിനിറ്റ് പ്രസംഗത്തിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. എന്നാൽ ഇതൊന്നും കേൾക്കാതെ നാറ്റോ എല്ലാം ചെയ്തിട്ട് അവസാനം മുഴുവൻ തെറ്റും കുറ്റവും റഷ്യയ്ക്ക് മേൽ ചുമത്തുകയാണ്. എല്ലാവരും ഇപ്പോൾ ഉക്രൈനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഉക്രൈൻ നാറ്റോയിൽ ചേരുന്നത് കൊണ്ട് എന്ത് പ്രശ്നമാണുള്ളത്, അല്ലെങ്കിൽ അവർ ന്യൂട്രൽ ആയിരിക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നമെന്ന്. ഉക്രൈൻ ന്യൂട്രൽ ആയിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ യാതൊരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ഇവർ നാറ്റോയിൽ ചേരണം എന്നുള്ള ആവശ്യമേ ഇല്ല. ഇപ്പൊ ഉക്രൈനെ നാറ്റോയിൽ ചേർക്കുകയാണെങ്കിൽ റഷ്യയും നാറ്റോയിൽ ചേർക്കാം. അപ്പോൾ പിന്നെ ഈ അലയൻസിന്റെ ഒരു ജോലി അവിടെ കാണുകയില്ല. എല്ലാവർക്കുമുള്ള ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടി എല്ലാവരും നൽകിയതുപോലെ ആകും. എന്നാൽ റഷ്യയെ കോർണർ ചെയ്യണം എന്നുള്ളതിന് വേണ്ടി ഉക്രൈനെ അവിടെ കരുവാക്കി മാറ്റിയത് നാറ്റോയുടെ പ്രവർത്തനം മാത്രമാണ്. ഉക്രൈനെ നാറ്റോ എന്ന ഒരു ഓപ്ഷൻ കൊണ്ടുവരാതിരുന്നെങ്കിൽ ഈ യുദ്ധം ഉണ്ടാകേണ്ട ഒരു ആവശ്യമേ ഇല്ലായിരുന്നു. 2008 അത് അവസാനിച്ചു. അടുത്ത് 2014 റഷ്യയ്ക്ക് വളരെ സപ്പോർട്ടായിട്ടുള്ള വിക്ടോറിയവിച്ച്, ആ സമയത്ത് ഉക്രൈൻ പ്രസിഡന്റ് ആയിരുന്നു, ഇദ്ദേഹം യൂറോപ്യൻ യൂണിയന് ഫേവർ ആയിട്ടുള്ള നിയമങ്ങളെ റിജക്ട് ചെയ്തത് കൊണ്ടാണ് യൂറോമെഡി പ്രൊട്ടസ്റ്റ് ഉണ്ടായത്. അതായത് ഇതിനെ ഒരു റെവല്യൂഷൻ ഓഫ് ഡിഗ്നിറ്റി എന്നൊക്കെ പറയും. അതുണ്ടാവുകയും ക്രീമിയയെ റഷ്യ പിടിച്ചെടുത്തു. അപ്പോൾ സീരിയസ് ആയി പറയുകയാണ്, ആ സമയത്ത് ക്രീമിയയെ റഷ്യ പിടിച്ചെടുക്കാതിരുന്നെങ്കിൽ ഇന്ന് നാറ്റോയുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നാവൽ ബേസ് ഇന്ന് ബ്ലാക്ക് സീയിൽ ഉണ്ടാകുമായിരുന്നു. സെവസ്റ്റാപോൾ എന്നത് ഉക്രൈൻ നിയന്ത്രണത്തിലായിരിക്കില്ല, തീർച്ചയായും അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരുന്നിരിക്കും. അപ്പോൾ ക്രീമിയ റഷ്യ പിടിച്ചെടുത്തതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണവും ഇത് തന്നെയാണ്. ഇതിനുശേഷം 2022 ഈ ഒരു ഇൻവേഷൻ ആരംഭിക്കുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട കാരണവും നാറ്റോ ഡയറക്റ്റ് ഉക്രൈൻ്റെ മെമ്പർഷിപ്പ് പ്ലാൻ വീണ്ടും റീആക്ടിവേറ്റ് ചെയ്തതാണ്.
2008 അവർ ആ ഒരു പ്ലാൻ അനൗൺസ് ചെയ്തപ്പോൾ ജോർജിയ വാർ തുടങ്ങി. 2022 ഈ ഒരു പ്ലാൻ വീണ്ടും റീആക്ടിവേറ്റ് ചെയ്തപ്പോൾ ഇതുപോലൊരു പ്രശ്നം വീണ്ടും തുടങ്ങി. ഇതെല്ലാം റഷ്യ ചെയ്യുകയാണ്. എന്നാൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ ഇതിനെ ട്രിഗർ ചെയ്തത് നാറ്റോ മാത്രമാണ്. മാത്രവുമല്ല, ഇന്ന് ഉക്രൈൻ ഭൂപ്രദേശങ്ങളെല്ലാം റഷ്യ പിടിച്ചെടുത്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എല്ലാവരോടും ഒരേ ഒരു കാര്യം പറയാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഉക്രൈൻ്റെ മാപ്പാണ്. ഇത്ര മാത്രമേ ഉള്ളൂ ഉക്രൈൻ. ഇതാണ് ആക്ച്വൽ ഉക്രൈൻ. എന്നാൽ 2020 മറ്റൊരു മാപ്പ് നിങ്ങൾ നോക്കുക. ഇതും ഉക്രൈൻ മാപ്പാണ്. ഈ ഉക്രൈൻ എന്നത് സാധാരണയായി ഇവിടെ വന്നതൊന്നുമല്ല. ഈ ഉക്രൈനെ സൃഷ്ടിച്ചെടുത്തത് തന്നെ റഷ്യയാണ്. ഈ യുദ്ധങ്ങളിൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം ഓരോ രാജ്യങ്ങളിൽ നിന്നും കുറച്ച് ഭൂപ്രദേശം എടുത്താണ് ഇന്നത്തെ മോഡേൺ ഡേ ഉക്രൈൻ സൃഷ്ടിച്ചെടുത്തത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 1920, 1930 ഈ 2 കാലഘട്ടത്തിൽ പോളണ്ട്, റൊമാനിയ, ഹംഗേരി ഈ 3 രാജ്യങ്ങളിൽ നിന്നും ഏകദേശം അവരുടെ മുഴുവൻ ഭൂപ്രദേശത്തിൽ നിന്നും 15-20% വരെയും എടുത്ത് ഈ വെസ്റ്റേൺ ഉക്രൈനെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നുള്ള ഈ ഒരു ഉക്രൈൻ വെസ്റ്റേൺ സൈഡിൽ ലീവൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും ഉക്രൈൻ്റെതല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും പോളണ്ടിലുള്ള വ്യക്തികൾ ഉക്രൈനെ നിങ്ങൾ എന്തുകൊണ്ട് സഹായിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വലിയ പ്രതിഷേധം നടത്തുന്നത്. അതുമാത്രമല്ല, 1956 ക്രീമിയ എന്ന ഉക്രൈൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയായിരുന്നു കൊടുത്തത്. സോവിയറ്റിൻ്റെ ഒരു അംഗമായിരുന്ന ക്രീമിയെ ഉക്രൈന് നൽകി. ഇതൊന്നും ഉക്രൈൻ്റെ പ്രദേശമേ അല്ല, നൽകിയതാണ്. അങ്ങനെയുള്ളപ്പോൾ ഇത്രത്തോളം ഉക്രൈനെ ഷേപ്പ് ചെയ്തെടുത്ത റഷ്യ, നിങ്ങൾ എൻ്റെ കൂടെയും ചേരേണ്ട ആവശ്യമില്ല, നാറ്റോയിലും ചേരേണ്ട ആവശ്യമില്ല, നിങ്ങൾ ന്യൂട്രലായി നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള രാഷ്ട്രീയം, അമേരിക്കയ്ക്ക് സപ്പോർട്ടായി നിന്ന രാഷ്ട്രീയം, യൂറോപ്യൻ യൂണിയന് സപ്പോർട്ടായി നിന്ന രാഷ്ട്രീയം എല്ലാവരും ചേർന്ന് പറഞ്ഞത് ഞാൻ നാറ്റോയിൽ മാത്രമേ ചേരൂ എന്ന്. അങ്ങനെ വാശി പിടിച്ചപ്പോഴാണ് ഇത്ര വലിയ പ്രശ്നം വന്നത്. ഉക്രൈനെ ഇവിടെ കുറ്റം പറയുന്നതല്ല. ഉക്രൈന് ഏത് സംഘടനയിൽ ചേരണം എന്നുള്ളത് അവരുടേതായ തീരുമാനമാണ്. അവരൊരു സ്വതന്ത്ര രാജ്യമാണ്, ഡെമോക്രസി, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ തൊട്ടടുത്ത് ഇത്ര വലിയൊരു രാജ്യം ഉണ്ട്. ആ ഒരു രാജ്യത്തെ ഈ സംഘടനയിൽ ചേർക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവർക്കെതിരെ മറ്റൊരു രാജ്യത്തെ ചേർക്കുമ്പോൾ ആരായിരുന്നാലും ഇവിടെ ഇങ്ങനെ മാത്രമേ റിയാക്ട് ചെയ്യൂ. അതിപ്പോൾ ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, റഷ്യ, ആരായാലും. എന്തിന്? മോണ്ടോ ഡോക്ട്രിൻ എന്നൊന്നുണ്ട്. അതായത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ, ഈ തെക്ക് വടക്ക് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ഏതൊരു രാജ്യവും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. ഇതാണ് ഈ ഡോക്ട്രിൻ പറയുന്നത്. ഈ ഒരു ഇൻഫ്ലുവൻസിനെ ആരും ഇതുവരെയും തകർത്തിട്ടില്ല. ക്യൂബൻ മിസൈൽ ക്രൈസിസ് ആരംഭിച്ചതിന് കാരണം ഇതാണ്. പനാമ കനാൽ വീണ്ടും അമേരിക്കയെ പിടിച്ചെടുക്കണം എന്ന് പറയുന്നതിന് കാരണവും ഇതാണ്. ഈ ഡോക്ട്രിനിലൂടെ പറയുന്നത് എൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലത്ത് ഏതൊരു രാജ്യവും അകത്തേക്ക് കയറാൻ പാടില്ല, അവർക്ക് ആവശ്യമുള്ള സഹായം ചെയ്യാൻ പാടില്ല, എന്നെ ചുറ്റി ഏതൊരു മിലിറ്ററി സെറ്റപ്പും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള യുദ്ധം അനൗൺസ് ചെയ്യും. ഇത് പറഞ്ഞത് അമേരിക്കയാണ്. അപ്പോൾ ഇന്ന് റഷ്യയെ കുറ്റം പറയുന്ന നിങ്ങൾ വർഷങ്ങളായി അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ വീടിനടുത്ത് ആരും വരാൻ പാടില്ല, നിങ്ങളുള്ള പ്രദേശത്ത് ആരും വരാൻ പാടില്ല, നിങ്ങളുടെ നഗരത്തിൽ, രാജ്യത്തിൽ പോലും ആരും കാലുകുത്താൻ പാടില്ല. എന്നാൽ റഷ്യ എന്ന രാജ്യത്തിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുപോയി നിങ്ങൾക്ക് ആയുധം വയ്ക്കാം. ആ രാജ്യത്തിനടുത്ത് നിങ്ങളുടെ സൈനികരെ കൊണ്ടുപോയി നിർത്തും. ഇതപ്പോൾ റഷ്യ അക്സെപ്റ്റ് ചെയ്യണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇതാണോ അമേരിക്കയുടെ ലോജിക്? റഷ്യ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അമേരിക്ക ചെയ്യുന്നത് അതിനേക്കാൾ വലിയ തെറ്റാണ്. ഈ ഡോക്ട്രിനും അത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ലോകത്തെ തന്നെ ഭരിച്ച ബ്രിട്ടൻ ഇവിടെ അമേരിക്കയിൽ പ്രശ്നമൊന്നും നടത്താത്തത്. വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലായാലും അവിടെ ഏതൊരു ഇൻഫ്ലുവൻസും അവർ കാണിച്ചിട്ടില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും റഷ്യയെ തന്നെ വീണ്ടും കോർണർ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ റഷ്യ അവിടെ മിണ്ടാതിരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് എത്രത്തോളം ന്യായമാണെന്ന് അറിയില്ല. റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചത് 2022 14 ഒന്നുമല്ല. 2005 തന്നെ അതിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്നു. 2007 ഓപ്പണായി തന്നെ പുടിൻ അനൗൺസ്മെന്റ് ചെയ്താണ് യുദ്ധം ആരംഭിച്ചത്. ഇതിന് പിന്നിലുള്ളത് നാറ്റോ മാത്രമാണ്. ഉറങ്ങിക്കിടക്കുന്ന ഒരു ആണവായുധ രാജ്യത്തെ തട്ടി എഴുന്നേൽപ്പിക്കുന്ന ഒരു ജോലിയാണ് ഇപ്പോൾ ഉക്രൈൻ ചെയ്യുന്നത്. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയില്ല. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.